പത്തനംതിട്ട ഓമല്ലൂരിൽ ആരാധനാലയത്തിന്റെ മറവിൽ 17 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഇടപെട്ട് ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എലോഹി വർഷിപ്പ് സെന്റർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ കട്ടപ്പന പോലീസ് സ്ഥാപനത്തിലെ 3 പേർക്കെതിരെ കേസെടുത്തിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ വിദ്യാർത്ഥിയെ പഠനവും ജോലിയും വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി കള്ളനെന്ന് ചാപ്പകുത്തിയായിരുന്നു ഈ പറഞ്ഞ സ്ഥാപനത്തിലെ അവിടുത്തെ ജീവനക്കാരുടെ പരാക്രമവും ആക്രമണവും. ജൂൺ 11-നാണ് 17 വയസ്സുകാരനെ മോഷണക്കുറ്റം ആരോപിച്ച് ഇലോഹി വർഷിപ്പ് സെന്ററിലെ ജീവനക്കാർ മർദ്ദിച്ചത്. സ്ഥാപനത്തിന്റെ മാനേജർ റെജി, ബെന്നി, സിജോ എന്നിവരെയാണ് കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കട്ടപ്പന പോലീസ് പ്രതി ചേർത്തത്. വായിൽ തുണി തിരികെയായിരുന്നു ക്രൂരമർദ്ദനം. കുളിക്കാൻ പോയ ടൈമിൽ ഇവർ വന്ന് വിളിച്ചിറക്കി അടിക്കുകയും ഇതൊക്കെയായിരുന്നു ചെയ്തത്. നടുവിനിട്ടും അടിച്ചു, തുടക്കിട്ട് അടിച്ച്, കാൽവെള്ളക്കിട്ട്, കൈവെള്ളക്കിട്ടും, പിന്നെ കഴുത്തിൻ്റെ ഇവിടെ ഈ ഭാഗത്തും പുറത്തുമൊക്കെ ഇടിക്കുകയും തല കൊണ്ട് കട്ടിലെ ഇടിപ്പിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. മോഷണത്തിൻ്റെ പേരിലാണ് ഇവർ മർദ്ദിക്കുകയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആരുടെ പൈസ എടുത്തെന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കുകയും ഇതൊക്കെയായിരുന്നു ചെയ്തത്. സ്ഥാപനത്തിന്റെ പേര് നഷ്ടപ്പെടുന്ന വിധത്തിൽ വിവരം പുറത്തറിഞ്ഞാൽ കുട്ടിയെ വകവരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒന്നാമത് നമുക്ക് അവിടുന്ന് ഭീഷണി കിട്ടിയിട്ടുണ്ടായിരുന്നു. മോനെ പുറലോകം കാണിക്കില്ല, പിന്നെ അവനെ ഞങ്ങൾ കള്ളക്കേസിൽ കൊടുക്കും, ഇനി അവൻ്റെ ഭാവി അതോടുകൂടി സ്റ്റോപ്പാകും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഞാൻ അത് പേടിച്ചു. ഞാനും പ്രായം എൻ്റെ അപ്പയും കൂടെയാണ് പോയേ. അപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു. എനിക്ക് മോനെ എങ്ങനെയും കൊണ്ടുവന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടിക്ക് തൊഴിലധിഷ്ഠിത പഠനവും താമസവും നൽകാമെന്ന് പാസ്റ്റർ ബിനു വാഴമുട്ടം ഉറപ്പ് നൽകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. പോയിട്ട് എത്ര കാലമായി? 12 വർഷമായി. ഇവരെ കഷ്ടപ്പെട്ട് വളർത്തുക. 10ാം ക്ലാസ് വരെ പഠിക്കണ്ടേ? വേണോ? ഇവനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോക്കോ, കേട്ടോ? ഇവിടെ നിർത്തിയേരെ, ഞങ്ങൾ അവനെ പഠിപ്പിച്ചോളും. പാസ്റ്റർ ബിനുവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര രംഗത്തെത്തി. ഇവിടെ വന്ന് കണ്ടപ്പം എല്ലാവരുടെയും അവസ്ഥ വളരെ ദയനീയമാണ്. അവിടെ കയറി മുകളിലോട്ടൊക്കെ പോയപ്പോഴത്തേന് അവരെ എല്ലാം ക്രൂരമായി പീഡിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. കാരണം 1-2 ആളുകളുടെ പുറത്തെല്ലാം ഇടിച്ച് ചതഞ്ഞ പാടുകളാണ് കാണാൻ കഴിഞ്ഞത്. പത്തനംതിട്ട ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി മന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. 14 വയസ്സുള്ള കുട്ടിയെ വൃദ്ധസദനത്തിൽ ബാലവേല ചെയ്യിപ്പിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടയം സ്വദേശിയായ 17-കാരനെ വൃദ്ധസദനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.